യെസ് ഹലോ ഹായ് മക്കളെ, ഹായ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കല്ലേ? നമ്മള് സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ നല്ല ലൈവ്, അതുകൂടാതെ നല്ല റിവിഷൻസ്. നല്ല ലൈവ് എന്ന് പറഞ്ഞാൽ 2 ദിവസം ലൈവ് ഉണ്ടായിരുന്നു. നല്ല ലൈവ് എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ നമ്മൾ റിവിഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതി. അതിനുശേഷം സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുപിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസിന്റെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും ആൻസർ സാർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കമന്റ് ചെയ്ത് ഞാൻ ഒന്ന് കാണട്ടെ. അതായത് ഈ നല്ല എക്സാമിനേഷൻ ആയിരുന്നു, അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്നാണ് ഞാൻ അറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ കമന്റ് എന്തായാലും വേഗം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ നമുക്ക് 31 ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? 31 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 31 ചോദ്യങ്ങളിൽ 1 മാർക്ക്, 2 മാർക്ക്, 3, 4, 5 മാർക്കിന്റെ കാറ്റഗറീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായി. അതുകൂടാതെ നമ്മൾ റിവിഷൻ ഒക്കെ ഇരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയണം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നല്ല രീതിയിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാലോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ യെസ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരുന്നത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പേരാണ്. ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലിയോണാർഡോ ഡാവിഞ്ചി, ദ ലാസ്റ്റ് സപ്പർ, മെസാച്ചിയോ, പിയറ്റ, മൈക്കലാഞ്ചലോ, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ജിയോട്ടോ, ഗെറ്റാമലാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? എല്ലാവരും കൃത്യമായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്ന സാറിന് അറിയാം. ഓക്കെ, കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ? എ കറക്റ്റ് ആണ്, അതേപോലെ സി കറക്റ്റ് ആണ്. കാരണം ലിയോണാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. മൈക്കലാഞ്ചലോയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രം ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ബാക്കി രണ്ടും തെറ്റാണ്. ഇതാണ് കറക്റ്റ് ഉത്തരം. ശരിയല്ലേ? ഇതെല്ലാവരും കറക്റ്റ് ആക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ആക്കി ഉണ്ടാവുമല്ലോ? സിമ്പിൾ അല്ലേ? ഇനി identify the climatic region by analyzing the given hints. Evergreen and deciduous trees are generally found here. Intensive subsistence agriculture is prevailing in this region. ഇത് ഏതാണ്? സിമ്പിൾ ആണ്. ഇതുകൂടി ഒന്ന് വേഗം കമന്റ് ചെയ്യണം മക്കളെ, കമന്റ് ചെയ്യണം. അതായത് നല്ല എവർഗ്രീൻ ആയിട്ടുള്ള ട്രീസ്, ഡിസിഡിയസ് എല്ലാം പൊടിക്കുന്ന ട്രീസ് ഒക്കെ ഉള്ളതാണ്. അതുപോലെ സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ തോണിൽ നമുക്ക് ഉത്തരം പറയാം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. സെറ്റ്. ഓക്കെ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. 2 മാർക്ക് നമുക്ക് കിട്ടി അല്ലെ? ഇനി നെക്സ്റ്റ് ആണ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ശരിയായിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ആദ്യം നടന്നത് ഏത് ഇവന്റ് ആണ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫാൾ ഓഫ് ബാസ്റ്റൈൽ, ദ ടെന്നീസ് കോർട്ട് ഓത്ത്, ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ, ദെൻ ദ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് നടന്ന ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാ? ടെന്നീസ് കോർട്ട് ഓത്ത്. അതിനുശേഷമാണ് ബാസ്റ്റിൽ കോട്ട തകർത്തുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് അല്ലെ? അതിനുശേഷമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ വരുന്നത്. അതിനുശേഷമാണ് കുറെ കഴിഞ്ഞിട്ടാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ ആര് തോൽക്കുന്നത്? നമ്മുടെ നെപ്പോളിയൻ തോൽക്കുന്നത്. അപ്പോ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 2, 1, 4, 3 അല്ലെ? 2, 1, 4, 3. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എഴുതാം. ഓക്കെ, ഏതാണ്? 2 ഇതാണ് ഫസ്റ്റ് വരാ. ഓക്കെ, പിന്നെ സെക്കൻഡ് ഏതാണ് വരാ? സെക്കൻഡ് ഏതാണ്? 1. ഓക്കെ, തേർഡ് ഏതാണ്? ഓക്കെ, തേർഡ് ഏതാണ്? നമ്മുടെ ഫോർത്ത് ആണ് വരാ അല്ലെ? ഫോർത്ത് ആണ് വരാ. ഇനി അതുകൂടാതെ നെക്സ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് ഏതാണ്? വാട്ടർലൂ ആണ് വരാ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇനി അടുത്ത പരീക്ഷകളിലൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ട്, അതായത് നിങ്ങൾ 1, 2, 3, 4 എന്ന് നോക്കിയിട്ട് ആ ഓപ്ഷൻസ് ഏതാണോ അത് എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 2, 1, 4, 3 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇനി ഏത് എക്സാമിനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് ഫസ്റ്റ് നടന്നത്, സെക്കൻഡ് ഏതാണ് എന്നുള്ള കേസ് നിങ്ങൾ ഇതേപോലെ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? ഇനി നെക്സ്റ്റ് ചോദ്യമാണ്, name the sociologist who wrote the book The Sociological Imagination. Sociological Imagination എഴുതിയത് ആരാണെന്നാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് പലവട്ടം റിവിഷനും പലവട്ടം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈവിലടക്കം പലവട്ടം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നും നോക്കണ്ട, ഒരേ ഒരു ഉത്തരം ഏതാ? ചാൾസ് റൈറ്റ്സ് മിൽസ്. വേറെ ഒന്നും നമുക്ക് നോക്കണ്ട, കാരണം നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ നോക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഏതാ? ചാൾസ് റൈറ്റ് മിൽസ് അല്ലെ? കറക്റ്റ് ആണ്. ഇനി മാച്ച് ദ ഗിവൻ ടേബിൾ സ്യൂട്ടബിളി.
ഈ ടേബിൾ സ്യൂട്ടബിളി മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എയിൽ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഹെൻറി എയ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബിയില് സ്വിറ്റ്സർലാൻഡ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് റീഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട ടേബിൾ ആണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? മാർട്ടിൻ ലൂതർ എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു അല്ലെ. ജോൺ കാൽവിൻ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഹെൻറി എയ്റ്റ് ഏതാണ്? നമ്മുടെ ഇംഗ്ലണ്ടിലാണ് റീഫോർമേഷൻ നടത്തിയത്, ലീഡ് ചെയ്ത് നടത്തിയത് അല്ലെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നേ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഏതാണ് ഇവിടെ വരുന്നത്? കൃത്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ആറാമത്, നെയിം ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അഫക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. അതായത് ഇവിടെ ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റിനെയും ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് പഠിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കോമൺ സെൻസ് നോളേജ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോഷ്യൽ അനാലിസിസ്, സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, സോഷ്യൽ അനാലിസിസ്. ഇത് ഞാൻ ലൈവില് ഡിറ്റോ ക്വസ്റ്റ്യൻ ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു ഉത്തരം, സോഷ്യൽ അനാലിസിസ്. സിമ്പിൾ ചോദ്യമാണ്. ഈ നെക്സ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് സാറ് വായിക്കാം. The Renaissance is considered as a period of a transformation from medieval feudalism to the modern age. Statement 2, the Renaissance emerged in Italy. ഇതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്ന both statements are incorrect. Both statements are correct. Statement 1 is correct. Statement 2 is incorrect. ഇനി statement 1 is incorrect and statement 2 is correct. സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ, വായിച്ചിട്ട് നിങ്ങൾ നോക്കിക്കോളണം ഏതാ കറക്റ്റ് ഏതാ തെറ്റെന്ന്. രണ്ടും വെരി 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 റൈറ്റ് ആണ്. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ, അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഓരോന്നും വായിക്കാം. A, atmospheric pressure is the weight exerted by the atmospheric air on the earth's surface. B, atmospheric pressure is high in humid air. C, atmospheric pressure decreases with increase in atmospheric temperature. D, atmospheric pressure decreases with the increase in altitude എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുന്ന ആളുകൾക്ക്, നമ്മളിത് പലവട്ടം പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഏതാണ്. ഒരു കൺഫ്യൂഷൻ ഇല്ല, ഓപ്ഷൻ എ ആണ്. കാരണം ഓപ്ഷൻ എയിൽ ACD ആണ് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, എയർ നമ്മുടെ സർഫേസിൽ ചുമത്തുന്ന ഭാരത്തെയാണ് ആ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ആവും. ഓൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുമ്പോൾ പ്രഷർ കുറയും എന്നുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വരുന്നത് ACD ഓപ്ഷൻസ് ആണ്. സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അടിപൊളിയല്ലേ? അപ്പൊ ഈ 8 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞു 1 മാർക്കിന്റെ. ഇതെല്ലാവർക്കും സെറ്റ് ആണല്ലോ? അപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഈ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, ഈ ഫസ്റ്റ് 8 ക്വസ്റ്റ്യൻസിൽ എത്ര നിങ്ങൾ ശരിയാക്കി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുമോ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ട ഒരു ആകാംക്ഷ. ഇനി നെക്സ്റ്റ് ആണ് 9ാമത്തെ ചോദ്യം. മോനെ 9ാമത്തെ ചോദ്യം ഇനിയുള്ളത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇനിയുള്ളത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് അങ്ങോട്ട്. വാട്ട് വേർ ദ കമ്പൽസറി സർവീസസ് ദാറ്റ് ദ common people in France had to perform without wages. അതായത് ഫ്രാൻസിലെ കോമൺ പീപ്പിൾ എന്തായാലും പെർഫോം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സർവീസസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? മിലിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഫ്രീ ആയിട്ട് പോയിട്ട് മിലിറ്ററിയിൽ പോയി പണിയെടുക്കണം. പഠിച്ചിട്ടുണ്ട് അല്ലെ? 3rd സ്റ്റേറ്റ് പഠിച്ചപ്പോൾ. അതുകൂടാതെ വാട്ടർ വേസ്, ബ്രിഡ്ജസ്, റോഡ്സ്, ഇതിനൊക്കെ കൺസ്ട്രക്ഷൻ ഇതും ഫ്രീ ആയിട്ട് ഇവരെന്താ ചെയ്തു കൊടുക്കണം. മിലിറ്ററി സർവീസ് ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് ചെയ്യണം. ഇനി അതേപോലെ തന്നെ പാലം, റോഡ്, ഇതിന്റെ പണിക്ക് ഇതിന് പോണം, പക്ഷെ ഇതിനെന്താ പൈസ മേടിക്കാൻ പാടില്ല. ഇതിന്റെ പരിപാടി ഇവര് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. അപ്പൊ 2 ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന സർവീസ് ആണ്. ഒന്ന് മിലിറ്ററി സർവീസും ഒന്ന് കൺസ്ട്രക്ഷനും. എന്തിനൊക്കെയാണ്? റോഡ്സ്, വാട്ടർ വേസ്, ബ്രിഡ്ജസ്, ഇതൊക്കെ ഇവര് ഫ്രീ ആയിട്ട് പോയിട്ട് ചെയ്തു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളാണെങ്കിൽ ചെയ്യൂ, ഞാനാണെങ്കിൽ ചെയ്യൂല കേട്ടോ, പൈസ ഇല്ലാത്ത പരിപാടി ചെയ്യൂല എന്നൊക്കെ. ഇനി നെക്സ്റ്റ് ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. സ്കൾപ്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്കൾപ്ചർ അതായത് സ്കൾപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ 2 സെയിം ആണെന്ന് പോലെ അല്ലെ. അതായത് ഒരു സ്കൾപ്ചർ,
കലയുടെ അല്ലെങ്കിൽ ആ ശില്പകല അല്ലെങ്കിൽ ആ ശില്പം ഏതാണെന്നുള്ളതാണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് ഉത്തരം. ഏതാണ്? ഒന്ന് ഗെറ്റാമലയുടെ ചെയ്തിരിക്കുന്ന ഡൊണാറ്റലോ, പിയത്ത ചെയ്തിരിക്കുന്ന ആരാണ്? മൈക്കൽ ആഞ്ചലോ. ഇത് സ്കൾപ്ചറും ഇത് ചെയ്തിരിക്കുന്ന ആളുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്കൾപ്ചർ ആൻഡ് സ്കൾപ്ചർ. ഓക്കെ, അങ്ങനെ വേണം പറയാണ്ട്. ഞാൻ രണ്ടും പറയുമ്പോൾ സെയിം ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഗെറ്റാമലാറ്റ ചെയ്തിരിക്കുന്ന ആരാണ്? ഡൊണാറ്റലോ. പിയത്ത ആരാ ചെയ്തിരിക്കുന്നത്? മൈക്കൽ ആഞ്ചലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വിർജിൻ മേരി, വിശുദ്ധ കന്യാമറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ റിനൈസൻസ് ആർക്കിടെക്ചർ. സിമ്പിൾ ആണ്. അപ്പൊ റിനൈസൻസ് ആർക്കിടെക്ചറെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇത്രയും പോയിന്റ്സ് വന്നിട്ടുണ്ടാവണം. ഏതൊക്കെയാ? ഫിലിപ്പോ ബ്രൂൺലിസ്കിയാണ് പുതിയ സ്റ്റൈൽ ആർക്കിടെക്ചറിൽ കൊണ്ടുവന്നത്. ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് ഡിഫറെന്റ് ആയിരുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടി എഴുതാം, ഡോംസ് വന്നത് റിനൈസൻസ് ആർക്കിടെക്ചറിന്റെ സമയത്താണ്. അതുകൂടാതെ പ്രധാനമായിട്ടും ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫ്ലോറൻസിൽ ബിൽഡ് ചെയ്ത കാത്തഡ്രലിന്റെ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. അതുകൂടാതെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക മൈക്കൽ ആഞ്ചലോയും ബ്രഹ്മാന്തയും കൂടി ചേർന്ന് പണിതു, അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിൽ പണിതു എന്നുള്ള കേസ് വന്നാൽ ഇവിടെ സെറ്റാണ്. 2 മാർക്ക് കേട്ടോ, 2 മാർക്കാണ്. മാക്സിമം 2 അല്ലെങ്കിൽ 3 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യം ഓക്കെയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താ, സിമ്പിൾ ആണ് അത്രയ്ക്ക് അല്ലേ. നമുക്ക് പോയിന്റ്സ് എന്തോരം വേണമെങ്കിലും എഴുതാൻ നമ്മൾ പലവട്ടം പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. 2 മാർക്ക് ഇതിന് ഉറപ്പാണ്. എന്റെ മക്കൾ എഴുതിയിട്ടുണ്ടെന്ന് സാറിന് അറിയാം. ഓക്കെ, 2 മാർക്സ് അവിടെ 2 ചോദ്യം നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഓർ ഇട്ടിട്ടുള്ള ചോദ്യമായിരുന്നു, നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 11ാമത്തെ ചോദ്യം. എലൂസിഡേറ്റ് ദ കോൺസെപ്റ്റ്സ്. താഴെ തന്നിരിക്കുന്ന 2 കോൺസെപ്റ്റ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒന്ന് ഡയനൽ അല്ലെങ്കിൽ ഡ്യൂറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, 2 ബി ഡെയിലി മീൻ ടെമ്പറേച്ചർ. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. മാക്സിമം മൈനസ് മിനിമം ടെമ്പറേച്ചർ ആണത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇനി ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ ആണ് എന്ത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. അതിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇക്വേഷൻ വന്നാലും അവിടെ മാർക്കാണ്. ഓക്കെ, മാക്സിമം ഈ ആ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അടിപൊളി. 1 ഹാപ്പി നോക്കുന്ന ടീച്ചർ 1 സാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ 1 ഭയങ്കര ഇമ്പാക്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഈ എക്സ്പ്ലനേഷനും ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മക്കൾ എന്തായാലും തെറ്റിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പലവട്ടം പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഈ കാര്യം അല്ലെ. ഒന്നല്ലെങ്കിൽ ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ 2 കൂടി വരെ, അല്ലെങ്കിൽ തിയറി എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത് 2 മാർക്കിന് ചോദിച്ചേക്കണം. കാരണം ജസ്റ്റ് എന്താണെന്ന് അവിടെ എഴുതി കൺവിൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 2 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പ് വരുത്തുന്നു. ഇനി നെക്സ്റ്റ് ആണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൻ പാർഷ്യൽ, എലൂസിഡേറ്റ് വിത്ത് എക്സാമ്പിൾസ്. കോമൺ സെൻസ് നോളജ് പാർഷ്യൽ ആണ്. സാമാന്യ ബോധജ്ഞാനം ഭാഗികമാണ്. അതായത് ഫുൾ ആയിട്ടുള്ള അറിവ് തരൂല, പകുതി അറിവ് തരുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ലൈമറ്റ് ചേഞ്ച് മനുഷ്യന്മാർ കാരണം നാച്ചുറൽ കാരണം ഉണ്ടാവാറുണ്ട് അല്ലെ. അത് ആവാണ്ടിരിക്കാം. ആ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. ഇനി അത് കൂടാതെ പ്രധാനമായിട്ടും നമ്മുടെ കോമൺ സെൻസ് നോളജ് ഈ സയന്റിഫിക് ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എന്നുള്ള പോയിന്റ് എഴുതാം. ഓക്കെ, അത് കൂടാതെ ഈ പറഞ്ഞ വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം വെക്കും എന്നുള്ള പണ്ടൊരു കോൺസെപ്റ്റ് ആണ്. അത് ചിലപ്പോൾ ആവാണ്ടിരിക്കാം. ഇതൊക്കെ പകുതിയായിട്ടുള്ള അറിവുകളാണ്. ഓക്കെ, പകുതിയായിട്ടുള്ള കാര്യങ്ങളാണ്. പകുതി മാത്രം ഈ പറഞ്ഞ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന കാര്യമാണ് കോമൺ സെൻസ് നോളജ് വെച്ച്. അപ്പൊ കോമൺ സെൻസ് നോളജ് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നോളജ് ഓഫൻ പാർഷ്യൽ ആണെന്ന് പറഞ്ഞാൽ അത് ഭാഗികമായിട്ടുള്ള അറിവാണ്. ഓക്കെ, അത് ചിലപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആവാണ്ടിരിക്കാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറൽ അല്ലെങ്കിൽ മനുഷ്യൻ കാരണമൊക്കെയാണ് ഉണ്ടാവുന്നത്. അതുകൂടാതെ പ്രധാനമായിട്ടും നമ്മുടെ കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ ആവാണ്ടിരിക്കാം. അതാണ് പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോമൺ സെൻസ് പാർഷ്യൽ ആണെന്ന് പറഞ്ഞാൽ അതെ. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സിമ്പിൾ ആയിട്ട് 2 മാർക്ക് അടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കോമൺ സെൻസ് ഞാൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് തനിയെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതിന് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, അതായത് കോമൺ സെൻസ് നോളജ് പാർഷ്യൽ അല്ലെങ്കിൽ ഭാഗികമാണ് എന്നുള്ള ലെവലിൽ നിങ്ങളുടെ ഉത്തരം വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്കാണ്. ഓക്കെ, ഇതിന്റെ റെഡി ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ആൻസർ ഇല്ല. നമ്മൾ തനിയെ നമ്മുടെ ഭാവനയിൽ എഴുതേണ്ട ആൻസേഴ്സ് ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ആണ് ബി. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഈച്ച് ആൻഡ് എവരി പേഴ്സണൽ പ്രോബ്ലം. ലിസ്റ്റ് എനി 2 പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് മെൻഷൻ ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ്. അതായത് ഈ പറഞ്ഞ പേഴ്സണൽ പ്രോബ്ലംസ്, നമുക്കൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതിന് സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പോവേർട്ടി.
ഓക്കെ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അക്കാഡമിക് പ്രഷർ, എന്താ ഹൗസിങ്. അതായത് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന പ്രശ്നം ഒന്ന് ദാരിദ്ര്യം, ഒന്ന് തൊഴിലില്ലായ്മ, അതുപോലെ ഹൗസിങ്ങിന്റെ പ്രശ്നമൊക്കെ. ഓക്കെ, അതിന് ഈ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന സോഷ്യൽ ഫാക്ടേഴ്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരാം. ഓക്കെ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള, പൊളിറ്റിക്കൽ, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിന് കാരണമായിട്ട് വരാം. ഇനി അക്കാഡമിക് പ്രഷറിന്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അക്കാഡമിക് പ്രഷറിന്റെ കേസ് പറയുമ്പോൾ എന്താണ് അതിനകത്ത് കാരണമാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവരുടെ ഫാമിലി, ഓക്കെ, അതുകൂടാതെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ അതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ അഫക്ട് ചെയ്യുന്ന പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ് ഈ പോവർട്ടി അല്ലെങ്കിൽ ജോലി ഇല്ലായ്മ, ഇതൊക്കെ ഏറ്റവും വെരി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ എന്താ ഒന്ന് പൈസ ഇല്ലാത്ത പ്രശ്നം അല്ലെ, അതുകൂടാതെ എന്താ എൻവയോൺമെന്റൽ ആയിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ പ്രധാനമായിട്ടും എഴുതി വെച്ചാൽ മതി. ഇതിൽ എന്താ ഒരു ബോണസ് പോലെയാണ് ഇവിടെ ശരിക്കും അക്കാഡമിക് പ്രഷറിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതേപോലത്തെ പ്രോബ്ലങ്ങളൊക്കെ എന്താ നല്ല രീതിയിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ പഠിക്കാൻ പറ്റാത്ത പ്രശ്നമൊക്കെ എന്താ എഴുതി വേണമെങ്കിൽ വെക്കാം, അതും ഒരു പേഴ്സണൽ പ്രോബ്ലം ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുറെ എഴുതി വെക്കരുത്, സിമ്പിൾ ആയിട്ട് അതിന് കാരണമാവുന്ന ഫാക്ടേഴ്സ് കൂടി ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ടാവണം എഴുതിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. അപ്പൊ ഇതേപോലെ ഈ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലത്തെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ഇനി നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നോർത്ത് സൗത്ത്, ഇക്വേറ്ററിന്റെ നോർത്തിലും സൗത്തിലും എന്താ 10 ഡിഗ്രി വരെ കിടക്കുന്ന റീജിയൻ ആണ്. ഇവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫാളുമാണ്. ഇനി സൺഡേ റേ അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്താണ് വെർട്ടിക്കലി ആണ്, വർഷം മുഴുവൻ വെർട്ടിക്കലി ഇവിടെ അടിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട റെയിൻഫാൾ ആണ് കൺവെൻഷണൽ റെയിൻഫാൾ. അതുകൂടാതെ എവർഗ്രീൻ ഫോറസ്റ്റും അതേപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് എന്താ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇവിടെ നല്ല മഴയും എന്താണ് നല്ല ചൂടും കിട്ടുന്ന സ്ഥലമാണെന്നുള്ള കേസ്. ഇതിൽ 2 പോയിന്റ് ഒക്കെ വന്നാൽ മതി പ്രധാനമായിട്ട്. 2 അല്ലെങ്കിൽ മാക്സിമം എഴുതുമ്പോൾ എന്താ ഡബിൾ ആക്കി എഴുതാം. ഓക്കെ, 4 പോയിന്റെങ്കിലൊക്കെ മാക്സിമം എഴുതാൻ നോക്കുക. ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതിനൊക്കെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ കൺവെൻഷണൽ റെയിൻഫാൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന റെയിൻഫാൾ ആണ് കൺവെൻഷണൽ റെയിൻഫാൾ. ഇത് ആഫ്റ്റർനൂൺ ആണ് ഉണ്ടാവുന്നത് എന്നുള്ള കേസൊക്കെ അവിടെ വരാം. ഇതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ് എന്താ ഈ പറഞ്ഞ ആൻസർ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി തേർഡ് ചാപ്റ്ററിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 മാർക്സ് ആണ്. ഇനി 14th question. They declared that they would not leave until they drafted a constitution for France. What is the importance of this declaration in the French Revolution? അപ്പോൾ ഒന്ന് നോക്കണ്ട. ഓക്കെ, ഡിക്ലെയർഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാണ്ട് ഫ്രാൻസിന് ഉണ്ടാക്കാണ്ട് പിരിയില്ല എന്ന് പറഞ്ഞ ആ ഏറ്റവും വലിയ ചരിത്ര പ്രധാനമായിട്ടുള്ള ഓത്താണ് എന്ത് ടെന്നീസ് കോട്ട് ഓത്ത്. ആ ടെന്നീസ് കോട്ട് എന്ന് എഴുതിയിട്ട് പ്രധാനമായിട്ടും എന്താ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് ആരാണെന്നാണ് പ്രഖ്യാപിച്ചത് തേർഡ് സ്റ്റേറ്റ്, ആ കാര്യങ്ങളൊക്കെ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്തു ജൂൺ 20 ജൂൺ 20 ഇവരെന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ട് ഓത്തിലേക്ക് എല്ലാം എഴുതുന്ന പ്രധാനമായിട്ടും ഇവിടെ തൊട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇവരാണ് നാഷണൽ അസംബ്ലി എന്നുള്ള കേസ് എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. പ്രധാനമായിട്ടും ജൂൺ 20 ഓക്കെ ജൂൺ 20 1789 ഇവരെന്ത് ചെയ്തു ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഫ്രാൻസിലെ എന്താ ഒരു തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ട്, അതായത് നമ്മുടെ എസ്റ്റേറ്റ് ജനറലൊക്കെ നടക്കുന്ന ഹോളിന് തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ നേരെ പോയിട്ട് എന്താണ് അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചൊല്ലുകയാണ്. എന്താ ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാണ്ട് അവർ പിരിയില്ല എന്ന്. ഇതിനെ വിളിച്ച പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഇത് ലീഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ നയിച്ച ആളുകളാണ് റാങ് സിൽവിയാൻ ബെയ്ലി, അബേ സിയസ് മിറാബോ. ഇതിനെ പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നും എന്താണ് അറിയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെന്നീസ് കോർട്ട് ഓത്ത് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കാണ്. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി എഴുതണ്ട, സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. എന്തൊക്കെ ഞാൻ ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യം പിന്നീട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. അതായത് ഇവരാണ് നാഷണൽ അസംബ്ലി, തേർഡ് സ്റ്റേറ്റ് നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞ കേസ് എഴുതാം. ഇവർ ടെന്നീസ് കോർട്ടിൽ പോയിട്ട് എന്താ ഇനി ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാണ്ട് പിരിയില്ല എന്ന് ഇവര് ഓത്തെടുത്തു എന്നുള്ള കേസ് എഴുതാം. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ലീഡേഴ്സ് ജീൻ സിൽവിയാൻ ബെയ്ലി, റാങ് സിൽവിയാൻ ബെയ്ലി, അബേ സിയസ് മിറാബു ആണ്. ഇതിനെ പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നറിയപ്പെട്ടു. ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. ഇവര് കോർട്ടിൽ പോയി ഓത്തെടുത്തു. ഇതിന്റെ ലീഡേഴ്സിന്റെ പേര്, ഇതിനെ വിളിക്കുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി. ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. യെസ്. ഇനി നെക്സ്റ്റ് ആണ് മെൻഷൻ ദ ഇന്റർവെൻഷൻസ് ഓഫ് ദ ഫോളോയിങ് ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്ട് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ജോഗ്രഫിയിൽ ഏറ്റവും അവസാനത്തെ ഒരു ടേബിൾ ആണ്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോളും മോൺട്രിയലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1997 ക്യോട്ടോയിലാണ് അത് വന്നിട്ടുള്ളത്. റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അതിന് വേണ്ടി വന്നിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ഇനി 1987 വന്നാണ് മോൺട്രിയൽ. റെഡ്യൂസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് എന്താ സബ്സ്റ്റൻസ് അതിന് വേണ്ടിയിട്ടാണ് മോൺട്രിയൽ വന്നിട്ടുള്ളത്. ഇത് സിമ്പിൾ ആണ്, എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കേട്ടോ. എല്ലാം വരണം ഇവിടെ. ഇനി നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ദ സൗത്ത് വെസ്റ്റ്
വെസ്റ്റ് മൺസൂൺ വിൻഡ് ഷുവർ ക്വസ്റ്റൻ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒരു ജൂൺ, മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ആ ഒരു സമയത്തൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, എന്ത് പ്രഷർ ആയിരിക്കും, ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. ഇനി സിയുടെ ഭാഗത്ത് ഹൈ പ്രഷർ ആണ്. ഹൈ പ്രഷർ ഇന്ത്യൻ ഓഷന്റെ ഭാഗത്ത് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, കോറിയോളിസിസ് എഫക്ട് കാരണം ഈ പറഞ്ഞ കാറ്റ് എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇതേത് ഇങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് കയറും. കയറിയിട്ട് നല്ല മഴ കൊടുക്കും. നല്ല മഴ കൊടുക്കും. യെസ്, നല്ല മഴ കൊടുക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. യെസ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. കേരളത്തിലൊക്കെ നല്ല രീതിയിൽ ഈ സമയത്ത് മഴ കിട്ടും. ഇത്ര എഴുതിയാൽ മതി. അതായത് ഇന്ത്യയിൽ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ജൂൺ സമയങ്ങൾ അല്ലെങ്കിൽ സമ്മർ സീസണിലൊക്കെ എന്താണ് ഈ പറഞ്ഞ നല്ല രീതിയിൽ ചൂടായിരിക്കും. ഇവിടെ ലോ പ്രഷർ ആയിരിക്കും, ഇന്ത്യൻ ഓഷനിൽ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ കാറ്റ് എന്ത് ചെയ്യും, കാറ്റ് കോറിയോളിസിസ് എഫക്ട് കാരണം വളഞ്ഞ് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും മഴ കൊടുക്കും. എസ്പെഷ്യലി കേരളത്തിലൊക്കെ നല്ല മഴയുണ്ടാവും. തമിഴ്നാട്ടിൽ എല്ലായിടത്തും അങ്ങനെ മഴ കിട്ടൂല. അതായത് വളരെ കുറച്ച് മഴയെ കിട്ടുള്ളൂ. അപ്പൊ തമിഴ്നാടിന്റെ കുറച്ച് ഭാഗമാണ് റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? യെസ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ഇന്ത്യയിൽ നല്ല രീതിയിൽ മഴ കൊടുക്കുന്ന ഒരു കാറ്റാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലോ പ്രഷർ, ഹൈ പ്രഷറിന്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ മഴ കൊടുക്കുന്നു. കോറിയോളിസിസ് എഫക്ട് കാരണം കാറ്റ് തിരിഞ്ഞു കയറുന്നു എന്നുള്ള കേസൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. കാരണം ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിന്റെ സെക്ഷൻസ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ചോദ്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ക്ലിയർ അല്ലേ? 15 വരെയാണ് 2 മാർക്ക്. ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സെറ്റ് ആണല്ലോ? അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ലോക്കല്ലേ, സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ അച്ചീവ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മെഡിസിൻ ഫീൽഡ് വന്നിട്ടുള്ള കാര്യങ്ങൾ. മെഡിസിൻ ഫീൽഡിൽ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് ആൻഡ്രിയസ് വെസാലിയസിന്റെ സ്റ്റഡീസ്. അദ്ദേഹം പ്രധാനമായിട്ടും ആൻഡ്രിയസ് വെസാലിയസ് നമ്മുടെ മനുഷ്യ ശരീരം കറ്റാവേഴ്സ് ഒക്കെ എന്താണ് കീറി മുറിച്ച് പരിശോധിച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ട് എത്തിയതാണ്. ഇനി പാരാസെൽസസ് ഓരോ ഡിസീസിനും അതിന്റെ റെമഡീസ് കണ്ട് എത്തി. അതായത് പ്രധാനമായിട്ടും ഓരോ ഡിസീസസിന്റെ കാരണങ്ങൾ, അതായത് ഓരോ രോഗത്തിന്റെ കാരണങ്ങൾ എന്താണ്, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രധാനമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? പാരാസെൽസസ് ആണ്. പ്രധാനമായിട്ടും ആ കാര്യങ്ങൾ വന്നാൽ മതി. ശരിക്കും 2 മാർക്കിന് ചോദിക്കേണ്ട ചോദ്യം 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ലക്കല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കേസ് വന്ന മെഡിസിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നേരെ തന്നെ 2 പേരുടെ കാര്യം. ഒന്ന് പാരാസെൽസസ്, ആൻഡ്രിയസ് വെസാലിയസ്. ഓരോ രോഗത്തിനും കാരണമുണ്ട്, അതിന്റെ പ്രതിവിധികൾ ഇതൊക്കെയാണ്, റെമഡീസ് പരിഹാരങ്ങൾ ഇതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച പാരാസെൽസസ് ആണ്. ആൻഡ്രിയസ് വെസാലിയസ് എന്ന മനുഷ്യ ശരീരം കീറി മുറിച്ച് പരിശോധിച്ച ആളാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഇവിടെ വന്നിട്ടുണ്ടാവണം. ഇനി നെക്സ്റ്റ് ആണ് ഡിഫൈൻ ദ ഫോളോയിങ്. എന്റെ പൊന്നോ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ലൈവിൽ ഷുവർ ആയിട്ട് വരുമെന്ന് പറയുന്നത് യൂട്ടിലിറ്റി, ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി, പിന്നെ അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി. വൺ സാറ്റിസ്ഫൈങ് പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് അളക്കുന്നത് യൂട്ടിലിറ്റി വെച്ചാണ്. കഴിഞ്ഞു. അതുകൂടാതെ ഒരാൾ കണ്ടിന്യൂസ്ലി ഒരു സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേഴ്സണ് കിട്ടുന്ന ടോട്ടൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ചേഞ്ച്, ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഇടയിൽ വരുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് 3 സിമ്പിൾ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്, 3 മാർക്കാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചാണ്. സിമ്പിൾ. എന്തൊരു എളുപ്പം ചോദ്യം, നല്ല കിട്ടില്ല ചോദ്യങ്ങൾ അല്ലേ? Yes, ഇനി നെക്സ്റ്റ് ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ സവന്ന ക്ലൈമാറ്റിക് റീജിയൻ. സവന്ന ക്ലൈമാറ്റിക് റീജിയനിലെ ഹ്യൂമൻ ലൈഫിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ആളുകൾ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള 2 ജോലിയാണ് അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറി. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന ട്രൈബ്സിന്റെ പേരാണ് മസായി. ഇവിടെ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതുകൂടാതെ സുഡാനിൽ സവന എന്ന് പറയുമ്പോൾ സുഡാനിലൊക്കെ വരും. സുഡാനിൽ കോട്ടൺ കൾട്ടിവേഷനും ബ്രസീലിലെ കോഫി കൾട്ടിവേഷനും എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ ചെയ്യുന്ന ജോലിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറിയുടെ കാര്യങ്ങൾ, ഇവിടുത്തെ ട്രൈബ്സ് ആയിട്ടുള്ള മസായി. അതുകൂടാതെ പ്രധാനമായിട്ട് അവർ പാസ്റ്റോറൽ ലൈഫാണ് അല്ലെങ്കിൽ മറ്റേ ഇടയ ജീവിതമാണ് നയിച്ചിരുന്നത്. അതേപോലെ ക്യാഷ് ക്രോപ്സ് ഇവിടെ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടൺ കൾട്ടിവേഷൻ സുഡാനിലുണ്ട്, കോഫി കൾട്ടിവേഷൻ ബ്രസീലിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മാർക്കാണ്. സെറ്റ് അല്ലേ? അല്ലേ? പവർ അല്ലേ? റെഡി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന് തന്നെയാണ്. The decisions of the Congress of Vienna brought significant changes in the political sphere of Europe. Substantiate the statement. ഞാൻ 100% ഈ ചാപ്റ്ററിൽ നിന്ന് വരുമെന്ന് റിവിഷൻ സമയത്തൊക്കെ പറഞ്ഞ ചോദ്യമാണ്. ഞാൻ 100% ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ലെന്ന് ഞാൻ പറഞ്ഞ ചോദ്യമാണ്.
ഈ കോൺഗ്രസ് ഓഫ് വിയന്ന ഡിസിഷൻസ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താ യൂറോപ്പിൽ ഫ്രഞ്ച് റെവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന മോണാർക്കിസിനെ റീസ്റ്റോർ ചെയ്യുക, അതേപോലെ ബോർബൺ മോണാക്കിനെ റീസ്റ്റോർ ചെയ്യുക, അതൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ബ്രിട്ടനിൽ നേവിയിൽ സുപ്രീമസി ഉണ്ടെന്ന് എന്താ അംഗീകരിക്കുക, റഷ്യക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ റഷ്യക്കാണ് ഡോമിനൻസ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുക, സെൻട്രൽ യൂറോപ്പിൽ ഓസ്ട്രിയക്കാണ് ഡോമിനൻസ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുക. ഇത്രയും പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്കാണ്. ഏതെങ്കിലും 3 പോയിന്റ് വന്നാൽ മതി. ഓക്കെ, 3 പോയിന്റ് വന്നാൽ മതി, മാർക്കാണ്. ഇത് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പോയിന്റ്, 3 പോയിന്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ, ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇത് നമുക്ക് 4 പോയിന്റ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും 3 വന്നിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. യെസ്. ഇനി നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ എക്കണോമിക് ക്രൈസിസ് ഇൻ ഫ്രാൻസ് ലെഡ് ദ മിഡിൽ ക്ലാസ് ടു എ റെവല്യൂഷൻ? ഇത് ബി പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എക്കണോമിക് ക്രൈസിസിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ. ഓക്കെ, സിമ്പിൾ ആണ്. 1770s എക്കണോമിക് ക്രൈസിസ് വന്നത് അല്ലെ. അതുകൂടാതെ എന്താ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ള കേസ്. ഓക്കെ, അതേപോലെ സിറിയാൽസിന്റെ ബ്രെഡിന്റെ ഒക്കെ പ്രൈസ് കൂടി എന്നുള്ള കേസ്. ഓക്കെ, അതുകൂടാതെ എന്താണ് ഈ ബ്രിട്ടന് പണ്ടൊരു യുദ്ധത്തില് ഈ ഫ്രഞ്ചിനെ തോപ്പിച്ചു വിട്ടപ്പോൾ ഒരു എഗ്രിമെന്റ് എന്താ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് ആയിട്ട്. അത് കാരണം അവർക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടീസിൽ ഭയങ്കര ടാക്സ് റിഡക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ പ്രധാനമായിട്ടും എന്താണ് കിങ് ലൂയി ഈ പറഞ്ഞ ലോൺസ് ഒക്കെ എടുത്തു. ഓക്കെ, അതുകൂടാതെ ലോൺസ് എടുക്കാനായിട്ട് പോയപ്പോ ഈ ഖജനാവ് കാലിയായ കാരണം എന്താണ് ലോൺസ് പിന്നീട് എന്താ അവർ കൊടുത്തില്ല. ഓക്കെ, അതുകൂടാതെ ഇദ്ദേഹത്തിന് ഖജനാവ് കാലിയായ കാരണം തിരിച്ച് ഈ ലോൺസ് നടക്കാൻ പറ്റില്ല. അതുകൂടാതെ ബാങ്കുകാർ കൂടുതലായിട്ടുള്ള പൈസയും ഈ ഖജനാവ് കാലിയായ കാരണം കൊടുത്തില്ല. അതുകൂടാതെ പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് എല്ലാവരും ഒരേപോലെ അടയ്ക്കാത്ത കാരണം അല്ലെങ്കിൽ ഒരേപോലെ കൊടുക്കാത്ത കാരണമാണ് ഇവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായെന്നാണ് മിഡിൽ ക്ലാസ് പറഞ്ഞത്. കാരണം ഈ മിഡിൽ ക്ലാസ് അതേപോലെ തന്നെ കോമൺസ് മിഡിൽ ക്ലാസ്സിലാണല്ലോ വരിക. ഓക്കെ, കോമൺസിലാണ് മിഡിൽ ക്ലാസ് വരിക. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്താ വേറെ ടാക്സ്, ഈ നോബിൾസിനും ക്ലർജിക്ക് എന്താ ടാക്സ് ചെയ്യില്ല, ഇവർക്ക് മാത്രം കൊടുക്കുന്ന ടാക്സ്. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്ത് നല്ല പണി കിട്ടൂല. കൂടാതെ ലൂയി 16 എന്താ ഒട്ടുക്കത്ത എന്താണ് ഈ പറഞ്ഞ ദൂർത്തും കാര്യങ്ങളും കൂടെ ആരുണ്ട്, ഭാര്യ മേരി അന്റോണിറ്റി ഉണ്ടാ. ഇങ്ങനെ വരുമ്പോൾ എന്താ ഒരു രാജ്യം മുടിയും. അപ്പൊ ടാക്സ് ഒരേപോലെ അല്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ടാക്സ് എല്ലാവർക്കും ഈക്വൽ ആക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മിഡിൽ ക്ലാസ് ആ സമയത്ത് പറയുണ്ടായി. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റൻ എഴുതുന്നില്ല, ഇത് ഇത്തിരി എഴുതാനുണ്ട്. ഏറ്റവും എളുപ്പം ഏതായിരുന്നു? കോൺഗ്രസ് ഓഫ് വിയന്ന. ഇത് എഴുതണമെങ്കിൽ 3 മാർക്ക്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ. ഇനി നെക്സ്റ്റ് ആണ് എന്താ നമ്മുടെ ഓൾ ടു ദ കണ്ടീഷൻസ് ഇൻ ഹോട്ട് ഡെസേർട്ട് ആർ ജനറലി അൺഫേവറബിൾ ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ. മെനി കൺട്രീസ് ഇൻ ദീസ് റീജിയൻസ് ആർ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് അനലൈസ് ദ ഫാക്ടേഴ്സ് ഫേവറിംഗ് ദിസ്. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഹോട്ട് ഡെസേർട്ടിലെ ഹ്യൂമൻ ഹാബിറ്റേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ മനുഷ്യന്മാർ ചെയ്യുന്ന ജോലി, ഇവിടെ മനുഷ്യന്മാർ എന്താ കുറവാണ്, പോപ്പുലേഷൻ ഇവിടെ കുറവാണ്, കാരണം ഭയങ്കര ചൂടാണ്. അതുകൂടാതെ അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറി ആളുകൾ ചെയ്യുന്ന ജോലി. ഓക്കെ, നല്ല മിനറൽസ് ഇവിടെ കിട്ടും. ഓക്കെ, മിനറൽസിന്റെ കേസ് പറയുമ്പോൾ ആളുകൾ മൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, കുഴിച്ചെടുക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ ഗോൾഡ് മൈനിങ്ങും അതേപോലെ അട്ടക്കാമ ഡെസേർട്ടിലെ കോപ്പർ മൈനിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. അതുകൂടാതെ എന്താ നമ്മുടെ പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്, സഹാറയിൽ ഓയിൽ മൈനിങ് ഉണ്ട് എന്നുള്ള കേസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ അവിടെ ഈ പറഞ്ഞ ആളുകൾ കുറവാണ്, കൃഷിയാണ്, ആനിമൽ ഹസ്ബൻഡറി ഒക്കെ ഉണ്ട്, അവിടെ മൈനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ നമ്മുടെ മാർക്കാടാ കുഞ്ഞുങ്ങളെ, 3 മാർക്കാടാ. ഇതൊക്കെ എന്റെ മക്കൾ എഴുതിയിരുന്ന കാരണം എന്തോരം എളുപ്പമുള്ള ചോദ്യങ്ങളാ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ തനി എഴുതുന്ന കോമൺ സെൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ എന്താ നമ്മൾ പറഞ്ഞു പഠിച്ച ഡിറ്റോ ചോദ്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ കോമൺ സെൻസ് നോളേജ്? ഹൗ ഡസ് കോമൺ സെൻസ് നോളേജ് ഫോം ഇൻ ഇൻഡിവിജ്വൽസ്? കോമൺ സെൻസ് നോളേജ് മോനെ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഈ പറഞ്ഞ വേൾഡിനെ കുറിച്ച് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻസ്, കൾച്ചറൽ നോളജ് വഴി കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് കോമൺ സെൻസ്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് എങ്ങനെയൊക്കെയാണ് കോമൺ സെൻസ് കിട്ടുക? ജനറൽ ഒബ്സർവേഷൻ വഴി, സോഷ്യൽ ഇന്ററാക്ഷൻ വഴി, പ്രാക്ടീസസ്, കൾച്ചറൽ പ്രാക്ടീസസ്, സോഷ്യലൈസേഷൻ, ഇതൊക്കെ വഴിയാണ് കിട്ടുക അല്ലെ. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കാണ് കോമൺ സെൻസ് നോളജ് കിട്ടുക. നമ്മൾ ബുക്ക് നോക്കി പഠിക്കുന്ന നോളജ് ആണോ ഇത്? ഒരിക്കലും അല്ല അല്ല അല്ല. ഇത് നമുക്ക് എന്താ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വഴി, ഓക്കെ, നമ്മള് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ വഴി കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടെങ്കിൽ ഇവിടെ 3 മാർക്കാണ്. വെരി സിമ്പിൾ ചോദ്യമാണ്, വെരി സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ കോമൺ സെൻസ് എന്താണെന്ന് എഴുതിയിട്ട് അതെങ്ങനെയാണ് ഫോം ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഈ കോമിട്ടേക്കണ പോയിന്റ്സ് പിന്നീട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്കാണ്. മനസ്സിലായില്ലേ? സിമ്പിൾ 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 ആണ്, സിമ്പിൾ ആണ്. ഈ ഡെഫിനേഷനിൽ തന്നെ എന്താണ് 2 ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ ചോദ്യമാണേ. യെസ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് കൺസംപ്ഷൻ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംപ്ഷൻ? സിമ്പിൾ ആണ്. സജയ് സാർ കടയിൽ പോയിട്ടൊരു സാധനം പൈസ കൊടുത്ത് മേടിച്ചു. ഞാൻ എന്താണ് ഒരു മൊബൈൽ പൈസ കൊടുത്ത് മേടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്നെ കൺസ്യൂമർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഞാനത് മേടിച്ചിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനെ കൺസംപ്ഷൻ എന്ന് വിളിക്കും. കൺസംപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്. ഓക്കെ, ഇത് വരണം, ഈ ഡെഫിനേഷൻ വരണം. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംപ്ഷൻ? കൺസംപ്ഷനെ എന്താണ്
സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ സിമ്പിൾ ആണ്. പ്രൈസ്, ക്വാളിറ്റി, ഓക്കെ, ഇൻകം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആഫ്റ്റർ സ്റ്റേ സർവീസ്, അതൊക്കെ ഇതിനകത്ത് വരും അല്ലെ. റിലയബിലിറ്റി കാര്യങ്ങൾ, ഓക്കെ, ടേസ്റ്റ്, സപ്ലൈ, ഡിമാൻഡ്, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ എടുത്ത് എഴുതാം. സിമ്പിൾ കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് അത്. ഈ ഒരു ചോദ്യം 3 മാർക്ക് ഉറപ്പല്ല എല്ലാവർക്കും. സിമ്പിൾ ആയിരുന്നില്ലേ, തനി എഴുതാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് illustrate the role played by Renaissance in making historiography scientific. ഈ ലൈവിൽ ഞാനാണ് എന്തെടുത്തത്, നമ്മുടെ ഹ്യൂമനിസം ചാപ്റ്റർ എടുത്തത്. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഈ ക്വസ്റ്റ്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാനായിട്ട് 100% ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ എഴുതേണ്ടത്, പണ്ട് ഹിസ്റ്ററി ഉണ്ടാക്കിയിരുന്നത് ദൈവമാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് ഹ്യൂമനിസം വന്നപ്പോൾ അത് ലോസ്റ്റ് ആയി. ആ ഒരു എന്താണ് ചിന്ത അല്ലെങ്കിൽ ആ ഒരു പരിപാടി അതിന്റെ റെലവൻസ് പോയി. ഹ്യൂമൻ സെന്റർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വന്നു, ആർക്കിയോളജി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് വന്നു. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സയന്റിഫിക് എൻക്വയറി ഒക്കെ എന്താ മിഡ്സിനൊക്കെ മാറ്റിയിട്ട് സയൻസ് കാര്യങ്ങളൊക്കെ കയറിയിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളാണ് മാക്കിയാവെല്ലി. ഇത്രയും കാര്യങ്ങൾ ഒരു 4 പോയിന്റ് മിനിമം അവിടെ വന്നു കഴിഞ്ഞാൽ 4 മാർക്കാണ്. അപ്പൊ ഇനി നമ്മൾ 24ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അങ്ങ് കുറച്ച് 2-4 ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ കഥ പോലെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്താ അതിന്റെ ബി പാർട്ട്. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ബിബോണിക് പ്ലാഗ് ദാറ്റ് erupted in the 14th century in various fields of Europe. യൂറോപ്പിൽ 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ബൂബോണിക് പ്ലാഗിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പോലെ 2 മാർക്കിന് ചോദിച്ച ചോദ്യം, അത് 4 മാർക്കിന് ചോദിച്ചേക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ബുദ്ധിയെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൾക്കാരുടെ. അപ്പോൾ ഇവിടെ എഴുതുന്നത് ഈ ബൂബോണിക് പ്ലാഗ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ മരിച്ചു, അതിനെ വിളിച്ച ഒരു ബ്ലാക്ക് ഡെത്ത്. ഫ്യൂഡലിസം എന്താ തകർന്നു, അഗ്രികൾച്ചർ സെക്ടർ തകർന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും എന്താ ഫ്യൂഡലിസം തകർന്നത്. ഓക്കെ, കാരണം അഗ്രികൾച്ചറിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാട് മരിച്ചപ്പോൾ അത് വെച്ച് എന്താ ജീവിക്കുന്ന ഫ്യൂഡലിസംകാരെന്താ അവർക്ക് പണി കിട്ടി, ഫ്യൂഡലിസം തകർന്നു. അവരൊരു മിഡിൽ ക്ലാസ് വന്നു. പഴയ മെഡിസിൻസിന് എന്താ രോഗങ്ങൾ മാറ്റാനായിട്ട് സാധിച്ചില്ല. ആളുകൾ എന്ത് ചെയ്തു, ഗ്രീസിലെയും റോമിലെയും മെഡിസിൻസിന്റെ പുറകെ അങ്ങ് പോയി. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്തു, ആ മരുന്നൊക്കെ കിട്ടി, പരസ്പരം എന്താ അടുത്തെറിഞ്ഞ് അവർക്ക് സ്നേഹം വന്നു. ഓക്കെ, പരസ്പരം അടുത്ത് സുഖമാണോ അസുഖം മാറിയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ സീക്ക് വെൽനെസ്. ഓക്കെ, അവരെന്താണ് അവരവരുടെ സ്വന്തം വെൽബീയിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അതുവഴി എന്ത് വന്നു, ഹ്യൂമനിസം വന്നു. ഇത്രയും കാര്യങ്ങൾ വന്ന മാർക്കാണ് മക്കളെ, ഇത്രയും കാര്യങ്ങൾ വന്ന മാർക്കാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വന്ന മാർക്കാണ്. സിമ്പിൾ ആണ്. 4 മാർക്ക്. ഇനി നെക്സ്റ്റ് ആണ് എന്താ, ലിസ്റ്റ് ഔട്ട് ദ അസംപ്ഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് അസംപ്ഷൻ 2 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ട്സ് സെയിം ക്വാളിറ്റിയിലായിരിക്കണം, കൺസ്യൂമേഴ്സിന്റെ ഇൻകം ടേസ്റ്റും എന്താ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് കൺസപ്ഷൻ എന്താ കണ്ടിന്യൂസ് ആയിരിക്കണം, യൂട്ടിലിറ്റി ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിരിക്കണം. അതേപോലെ ഇറ്റ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ പ്ലേസ് ആൻഡ് ടൈം. അതേപോലെ യൂട്ടിലിറ്റി കനോട്ട് ബി ക്വാണ്ടിഫൈഡ് യൂസിങ് കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബി ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് എന്താ, കമ്പയർ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. 2 എണ്ണം വരുന്നത് കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്. ഇതാണ് ഏറ്റവും സിമ്പിൾ. ഇതിനേക്കാളും ഈ ഒരു ക്വസ്റ്റിനേക്കാളും ഏറ്റവും എളുപ്പം ഇതിന്റെ ബി പാർട്ടാ. കൺസ്യൂമർ ഗുഡ്സ് എന്താണ്, നമ്മുടെ ഓരോ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. എക്സാമ്പിൾ ഫുഡ് വെയർ, ഓക്കെ, ഫുഡ് ഐറ്റംസ് ഒക്കെ വരും. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രധാനമായിട്ടും ഓക്കെ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് എന്താ ക്യാപിറ്റൽ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷീൻ വെച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കും, ഫാക്ടറിയിൽ പല സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മറ്റ് സാധനങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവുന്ന ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ. യെസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഗുഡ്സ് ദാറ്റ് അസിസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ആർ സംടൈംസ് യൂസ്ഡ് ആസ് കൺസ്യൂമബിൾസ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഫാക്ടറി, മെഷീനറി. ഓക്കെ, ഇത് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ. ഇത്രയും കുഞ്ഞിക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. എന്തൊരു കൊല എളുപ്പമുള്ള എക്സാം അല്ലേ, എന്തൊരു കൊല എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, എളുപ്പത്തിനെ ഒന്ന് ഡിനോട്ട് ചെയ്യുന്ന എന്തൊരു എളുപ്പമുള്ള എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ മാർക്കാണ്. വിത്ത് എക്സാമ്പിൾസ് എഴുതണം, എന്നാലും 4 മാർക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എക്സാമ്പിൾ വരണം. ഓക്കെ, എക്സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ 4 മാർക്കാണ്. ഇനിയാണ് നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ വരെ നമ്മൾ എത്തി. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ അനലൈസിങ് ദ മാപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പിക്ചർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഐസോതേംസ് ആണ്. അത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് ഐസോതേംസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എല്ലാവരും അത് ആൻസർ തരണമെന്ന് സാറിന് അറിയാം. അതുകൂടാതെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ടെമ്പറേച്ചർ ആസ് വി ഗോ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്, അത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കേസ് എഴുതാം. അതുകൂടാതെ ഇതിനൊരു എന്താണ് ബെൻഡ്, നോട്ടീസബിൾ ബെൻഡ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഐസോതേം ബെൻഡ് ആയിട്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ, ഡ്യൂ ടു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് എന്താണ് ലാൻഡ് ആൻഡ് സീ എന്നുള്ള കേസ് എഴുതാം. ഓക്കെ, കരയും കടയും ഓക്കെ, കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് എന്താ ഐസോതേംസ് വളഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ചോദ്യം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 3 എണ്ണത്തിനും കൂടി എന്താ 4 മാർക്ക് നമുക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?
റെഡി 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 റെഡി. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്താ സൈക്ലോൺസിന്റെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് സൈക്ലോൺസിന്റെ ഒരു ചോദ്യം എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സൈക്ലോൺസ് അതേപോലെ തന്നെ എന്താ ആന്റി സൈക്ലോൺസിന്റെ കേസും അവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സൈക്ലോൺസ് അതേപോലെ തന്നെ എന്താണ് യെസ് 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 സൈക്ലോൺസും അതേപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ട ആന്റി സൈക്ലോൺസിന്റെ കേസ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നെയിം ദ വേരിയബിൾ മീൻസ് റെപ്രസെന്റഡ് ആൻഡ് മെൻഷൻ ദെയർ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ ആ പിക്ചർ എന്താണ് ഒബ്സർവ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു സൈക്ലോൺസ് അല്ലെ, സൈക്ലോൺസിന്റെ കേസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോറി, ഞാൻ ആന്റി സൈക്ലോൺസ് എന്ന് പറഞ്ഞു, സൈക്ലോൺസിന്റെ കേസ് മാത്രം ചോദിച്ചിട്ടുള്ളൂ. സൈക്ലോൺസ് എന്താണെന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ, എന്താണ് സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഈ പറഞ്ഞ ലോ പ്രഷർ അല്ലെ, ലോ പ്രഷർ സിസ്റ്റം ഈ പറഞ്ഞ എന്താണ് എവിടെയാണ് അകത്താണ്. ഓക്കെ, പുറത്താണ് ഹൈ പ്രഷർ, അവിടെ നിന്നാണ് എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സൈക്ലോൺസിന്റെ ചെറിയ രീതി അല്ലെ, ഹൈ പ്രഷർ പുറത്തും ലോ പ്രഷർ എന്താണ് അകത്താണ്. അപ്പൊ ഇവിടെ നിന്നാണ് എന്താ ഇങ്ങനെ കാറ്റടിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കാറ്റ് ഇങ്ങനെ വീശുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത് എങ്ങടേക്കാണ് തിരിഞ്ഞു പോകുന്നത്, എങ്ങടേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇതിന് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് നമ്മുടെ സൈക്ലോൺ ഗ്രാസ് ലാൻഡ്സ്, സൈക്ലോൺസ് ഒന്ന് തരംതിരിക്കുക. അതുകൂടാതെ ഇത് പലതരത്തിലുണ്ട്, എന്തൊക്കെയുണ്ട് ഹറിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലിസ്, ടൊർണാഡോസ് എന്നൊക്കെ പറഞ്ഞ എന്താ എഴുതി വെച്ചാൽ തന്നെ അവിടെ കിടിലം മാർക്കാണ്, കില്ലം മാർക്കാണ്. സൈക്ലോൺസ് രണ്ട് പിക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മാറിപ്പോയതാണ് ആന്റി സൈക്ലോൺസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എങ്ങോട്ട് തിരിയുന്നു എന്നുള്ള കേസൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ട് നമുക്കത് എന്താ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അത് ലോ പ്രഷർ സിസ്റ്റം ടുവാർഡ്സ് വിച്ച് വിൻഡ് വേൾസ് ഫ്രം ദ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ കാര്യം എഴുതിയിട്ട് അത് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറഞ്ഞിട്ട്, അതുകൂടാതെ പ്രധാനമായിട്ട് എന്താണ് അതിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് 27ാമത്തെ ക്വസ്റ്റ്യൻ, നെപ്പോളിയന്റെ ലീഗൽ എഡ്യൂക്കേഷണൽ റീഫോംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ ആൻഡ് വെരി അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നെപ്പോളിയനൊക്കെ കോഡ് കൊണ്ടുവന്നു. ഓക്കെ, അതിനകത്ത് ഫ്യൂഡൽ ലോസ് ഇല്ലാണ്ടാക്കി, അതുകൂടാതെ റിലീജിയസ് ഫ്രീഡം അവിടെ കൊടുത്തു, ഇക്വാലിറ്റി കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ റീഫോംസിൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് കൊണ്ടുവന്നു, ലിസൈ അല്ലെങ്കിൽ ലൈസി എന്ന് പറഞ്ഞ സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ അവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇതുവഴി ഈ പറഞ്ഞ എന്താ എഡ്യൂക്കേറ്റഡ് ആവുന്ന ആളുകളെ ആർമിയിലും ഗവൺമെന്റ് സർവീസിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നെപ്പോളിയൻ ഈ കാര്യം ചെയ്തിരുന്നത്. അതുകൂടാതെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് അവിടെ കൊണ്ടുവന്നു. ഇതുവഴി രാജ്യത്തെ മൊത്തം എഡ്യൂക്കേഷൻ എന്താണ് ഈ പറഞ്ഞ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 4 മാർക്സ് ആണ്. ഇത് പാട്ടുംപാടി എഴുതാം, നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്, വെരി സിമ്പിൾ ആണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദ കോമൺ സെൻസ് നോളജ് ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഓർ കോംപ്ലക്സ് social problems cannot be understood properly. Explain the other limitations of common sense knowledge. അപ്പോൾ കോമൺ സെൻസ് നോളജിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്താ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് നമുക്ക് എന്താണ് സൊല്യൂട്ട് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളത്. ഇതൊരു ലിമിറ്റേഷൻ ആണ്. ബാക്കി ലിമിറ്റേഷൻസ് ചോദിച്ചിരുന്നത് ഞാൻ ഈ ചാപ്റ്ററിൽ ഞാൻ ഇതും ലൈവിൽ എടുത്തതാണ്, ഞാൻ റിവിഷനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലിമിറ്റേഷൻസ് കോമൺ സെൻസ് ഇല്ലാത്തൊരു ഓണം എന്താണ് SSLC സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആണല്ലോ. യെസ് യെസ്, ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്താണ്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബ്ലംസും എന്താണ് കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് എന്താണ് നമുക്ക് എന്താ ഇതുവഴി അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട് പറ്റൂല. ഇത് സ്റ്റീരിയോടൈപ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ സയന്റിഫിക് ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇത് സ്പെക്കുലേഷൻസ് പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പാർഷ്യൽ ആണ് എന്നുള്ള കേസ് ഇങ്ങനെ അടിവരായിട്ട് എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ്. 4 മാർക്ക്, സിമ്പിൾ ചോദ്യം. Okay, yes. ഇനി ഐഡന്റിഫൈ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ആൻഡ് മാർക്ക് ദം ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ് പ്രൊവൈഡഡ്. അപ്പോൾ ഇതിനകത്ത് മാപ്പ് മാർക്കിംഗ് ആണ്. ഇതും നമ്മൾ മാർക്ക് ചെയ്ത് റിവൈസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ പെനിൻസുലയിൽ വരുന്ന ക്ലൈമറ്റിക് റീജിയൻ മൺസൂൺ ആണ്, എല്ലാവർക്കും അറിയാം. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക സവന്നയാണ്. ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക അറ്റക്കാമയാണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ നോർത്ത് അമേരിക്ക പ്രയറീസ് ആണ്. ഓക്കെ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായിരുന്നു മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ? ഇന്ത്യയുടെ അവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്താൽ മതി. കണ്ടാ, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ. ഒറ്റ സെക്കൻഡ്, ഇന്ത്യയുടെ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇനി സവന്ന എവിടെയാണ്? ദേ ബി എന്ന് പറഞ്ഞ സവന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, ഒരു ചന്ദ്രക്കല്ലോൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആഫ്രിക്കയിലാണ് എന്ത് വരാ? സവന്ന വരാ. ഇനി സൗത്ത് അമേരിക്കയുടെ അറ്റത്താണ് എന്ത് വരാ? അറ്റക്കാമ വരാ, അതേ എടുക്കുന്നു. ഇനി ഡി നമ്മുടെ നോർത്ത് അമേരിക്കയിലാണ് എന്ത് വരാ? പ്രയറീസ് എന്ന് പറഞ്ഞ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് വരാ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ്, അത് എല്ലാവർക്കും 4 മാർക്ക് ഉറപ്പല്ലേ? ഇത് ഉറപ്പല്ലേ? മാപ്പ് മാർക്കിംഗ് സെറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് കമന്റ് ബോക്സിൽ മാപ്പ് എന്നിട്ട് ലവ് ചിഹ്നം. ഓക്കെ, മാപ്പ് മാർക്കിംഗ് സെറ്റ് ആയിട്ട് ചെയ്യുന്നുള്ള ആൾക്കാർ. ഇനി നെക്സ്റ്റ് ആണ് 30ാമത്തെ ക്വസ്റ്റ്യൻ, essay ക്വസ്റ്റ്യൻ. ഓക്കെ, essay ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, യെസ്, 30ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ് 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 യെസ്. ഇനി the influence of the Renaissance was reflected in the
religious sphere of Europe also. Okay, evaluate the statement based on the circumstances that led to reformation. ഇവിടെ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ, റീഫോർമേഷൻ, മതനവീകരണത്തിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ എഴുതുമ്പോൾ എന്താണ് ഈ പറഞ്ഞ കാത്തോലിക്ക ചർച്ച ആ സമയത്ത് ഒരുപാട് മതം എന്നുള്ള സംഭവം അതിനോട് സ്പ്രെഡ് ചെയ്തിരുന്നവരാണ്. ഓക്കെ, അവര് ഇന്റലിജൻസ് വിറ്റിരുന്നു. ഓക്കെ, അതിൽ നിന്ന് ഒരുപാട് പണം കിട്ടിയിട്ട് ഈ പള്ളിയും ആശുപത്രിയും പണിയാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ജനങ്ങൾക്കിടയിൽ ഭയങ്കര നെഗറ്റീവായി, അതിനെതിരെ ആൾക്കാർ തിരിഞ്ഞു. ആ സമയത്ത് ആ പത്രം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ജോഹാൻ ടെറ്റ്സൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡൊമിനിക്കൻ മോങ്ക് ആണ്, സന്യാസിയാണ്, അദ്ദേഹം വന്നിട്ടുണ്ടായി എന്നുള്ള കേസ് അവിടെ വരണം. അതുകൂടാതെ മാർട്ടിൻ ലൂതർ വിറ്റൻബർഗ് കാത്തഡ്രലിലെ അച്ഛനായിരുന്ന പ്രീസ്റ്റ് ആയിരുന്ന മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു, ആ പള്ളിയിൽ എന്ത് ചെയ്തു, അവിടുത്തെ ഡോറുമേ 1500 വർഷം നിങ്ങളൊന്ന് പറഞ്ഞേ, 1517 നമ്മൾ. ഓക്കെ, 1517, യെസ് യെസ്, 1517 95 തീസസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒട്ടിച്ചു വെച്ചു. ഓക്കെ, 1517 ഒട്ടിച്ചു വെച്ച് അത് പള്ളിക്കാരെ അറിഞ്ഞ് സീനായി അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം തുടങ്ങിയാണ് റീഫോർമേഷൻ. അങ്ങനെ റീഫോർമേഷൻ പല സ്ഥലത്ത് സ്പ്രെഡായി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അത് പഠിച്ചിട്ടുണ്ട്. പോയിന്റ്സ് ഒക്കെ ആ ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. ഉൾഡ്രിച്ച് സ്വിംഗ്ലി, ഓക്കെ, ജോൺ കാൽവിൻ സ്വിറ്റ്സർലൻഡിൽ നയിച്ചു. അതേപോലെ ഇംഗ്ലണ്ടിലെ കിങ് ഹെൻറി 8 ഇതിനെ നയിച്ചു റീഫോർമേഷനെ. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 4 മാർക്കാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കണ്ടിട്ട് പല ആൾക്കാരും പേടിച്ചോടി. പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ് ഫ്രാൻസിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാക്കിയത്? ഒന്നുമില്ല, 3 എസ്റ്റേറ്റിനെ കുറിച്ച് എഴുതിയാൽ മതി. ഫസ്റ്റ്, സെക്കൻഡ്, അതേപോലെ തന്നെ തേർഡ് എസ്റ്റേറ്റ്. ഓക്കെ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാ വരെ? ക്ലർജി, സെക്കൻഡിൽ നോബിൾസ്, അതേപോലെ തേർഡിൽ ആരാ? മിഡിൽ ക്ലാസ്, അതേപോലെ തന്നെ പ്രധാനമായിട്ട് കോമൺസ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് 2 എസ്റ്റേറ്റും ടാക്സ് ഒന്നും രാജാവിന് കൊടുത്തിരുന്നില്ല. ഇവർ ഈ പറഞ്ഞ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിരുന്നു. ഇവർ വോങ് തിയം എന്ന് പറഞ്ഞ ടാക്സിൽ നിന്ന് ഒഴിവായിരുന്നു എന്നുള്ള കേസ് എഴുതാം. ഇനി ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഒരുപാട് ലാൻഡ് ആ പള്ളി മറ്റേ കാത്തോലിക് ചർച്ചിന് ഉണ്ടായിരുന്നു. ഓക്കെ, അവർ ടീതെ എന്ന് പറഞ്ഞ ടാക്സ് കളക്ട് ചെയ്തിരുന്നുള്ള കേസൊക്കെ അവിടെ എഴുതണം. എന്തായാലും സെക്കൻഡ് എസ്റ്റേറ്റിലാണെങ്കിലും ഗവൺമെന്റും ആർമിയിലും വർക്ക് ചെയ്തിരുന്ന ഭയങ്കര ഹൈ പൊസിഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നോബിൾസ്. അവർ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടാണ് ജീവിച്ചിരുന്നുള്ള കേസ് എഴുതാം. അതുപോലെ തേർഡ് എസ്റ്റേറ്റിലാണെങ്കിൽ ഇവരുടെ ആട്ടുന്നൊപ്പം ആയിട്ട് ജീവിച്ചിരുന്നവരാണ് ആര്? ഈ കോമൺസ്. അവർ ഇഷ്ടംപോലെ ടാക്സ് രാജാവിന് കൊടുക്കണമായിരുന്നു. അവർ അൺപെയ്ഡ് ആയിട്ടുള്ള സർവീസ് ചെയ്യണമായിരുന്നു. ഓക്കെ, മെജോറിറ്റിയും പോവേർട്ടിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ 5 മാർക്ക് പാട്ടും പാടിക്കൊണ്ടുപോകും. ഓരോന്നിനും ഒരു 3-4 പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ ആയിട്ട് പാട്ടും പാടി 5 മാർക്ക് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇനി മെയിൻ ആയിട്ട് 31ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഈ 2 ടൈപ്സ് ഉണ്ട്, ഇക്വറ്റോറിയലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും. അതിന്റെ ഫോർമേഷൻ ആണ്. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഡിസ്റ്റിങ്സ് പ്രഷർ കണ്ടീഷൻ പ്രിവെയിൽ അറ്റ് സെന്റർ സ്പെസിഫിക് സോൺസ് ഡ്യൂ ടു ഇൻഫ്ലുവൻസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ദീസ് ആർ കോൾഡ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 ടൈപ്സ് ഉണ്ട്, ഒന്ന് ഇക്വറ്റോറിയലും ഒന്ന് സബ് ട്രോപ്പിക്കലും. ഓക്കെ, ഇക്വേറ്ററിന്റെ ഭാഗത്ത് ഭയങ്കര രീതിയിൽ ടെമ്പറേച്ചർ അടിച്ചിട്ട് എയർ റൈസ് അപ്പ് ആവുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇവിടെ കാറ്റ് വീശാത്താനെ ഇതിന് ഡോൾഡ്രംസ് എന്ന് വിളിക്കുക ഏരിയനെ. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി നോർത്ത് സൗത്തിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, റൈസിംഗ് വാം എയർ അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻ മൂവ്സ് ആസ് അപ്പർ എയർ വിൻഡ് വിച്ച് ഗ്രാജുവലി കൂൾ ആൻഡ് സബ്സൈഡ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ സോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കാണ്. അപ്പൊ ടോട്ടൽ അത് എന്താണെന്ന് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് എഴുതണം. അത് കൂടാതെ പ്രധാനമായിട്ടും ഇക്വറ്റോറിയൽ, സബ് ട്രോപ്പിക്കൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും മാർക്കാണ്. ഇനി മെയിൻ ആയിട്ട് ഇവിടെ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയന്റെ ക്ലൈമറ്റ് ആണ് ബി പാർട്ടായിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ മറ്റേതിനെക്കാളെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഇവിടെ ഡ്രൈ സമ്മറും ഹ്യൂമിഡ് വിന്ററും ആണ്. 20 മുതൽ 25 വരെയാണ് ഇവിടെ സമ്മറിൽ ടെമ്പറേച്ചർ വരാം. ഇനി അതുപോലെ 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി വരെ വിന്ററിൽ ടെമ്പറേച്ചർ വരും. ഇനി 30 മുതൽ 75 സെന്റിമീറ്റർ വരെയാണ് മഴ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടുത്തെ മഴ വിന്റർ ക്രോപ്സിന് ഭയങ്കര എസെൻഷ്യൽ ആണ് എന്നുള്ള കേസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ വെസ്റ്റർലീസ് ആണ് ഇവിടുത്തെ റെയിൻഫാളിന് കാരണമാവുന്നത്. അതുകൂടാതെ ഇവിടെ പ്രധാനമായിട്ട് ഫീച്ചേഴ്സിലും നമുക്ക് ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഈ ഡെൻസ് ഫോറസ്റ്റ് ഇല്ല എന്നുള്ള കേസ് എഴുതാം. ഇവിടെ ഈ പറഞ്ഞ എവർഗ്രീൻ കോണിഫേഴ്സ് ആയിട്ടുള്ള പൈൻ ഫിർ ഒക്കെ ഉണ്ട്. അതുകൂടാതെ വൈൻ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ 70%, വൈൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരാണ്. മെഡിറ്ററേനിയൻ റീജിയൻ ആണ്. 70% ഓഫ് സിട്രസ് ഫ്രൂട്ട്സ് നമ്മുടെ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ മെഡിറ്ററേനിയൻ റീജിയൻ ആണെന്നുള്ള കേസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കേസും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഈ പോയിന്റ് കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. വൈനിന്റെ കേസും 70% ഓഫ് സിട്രസ് ഫ്രൂട്ട്സിന്റെ കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, പവർ ആയിട്ട് കഴിഞ്ഞു.
പവറായിട്ട് കഴിഞ്ഞു. അപ്പം എൻ്റെ എല്ലാ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ആൻസർ ചെയ്ത് നോക്കാനായിട്ട്. ജസ്റ്റ് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് റിഹേഴ്സൽ ആയിട്ട് കണ്ടാൽ മതി. ഇത് വെച്ചിട്ട് ഇനി അടുത്ത എക്സാമിന് എങ്ങനെ ഇംപ്രൂവ് ചെയ്തേതാണെന്ന് നിങ്ങൾ നോക്കണം. ആരും വിചാരിക്കേണ്ട, ആരും പേടിക്കേണ്ട. എല്ലാവർക്കും എക്സാമിനേഷൻ എളുപ്പമായി എന്നാണ് സാർ വിചാരിക്കുന്നത്. നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇൻ കേസ് പാട് ആയവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോണ്ട് വറി, നമുക്ക് അടുത്ത എക്സാമിന് പിടിക്കാം. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഈ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ റിയാക്ഷൻ ഇടാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താണ് താങ്ക് യു. ഹാപ്പി ഓണം. ഓക്കെ, ബൈ. ഓക്കെ, ടാറ്റാ.